ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മീൻകറിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 2 ചെമ്പല്ലി മീനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ മീൻ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ തൊലി നല്ല കട്ടിയാണ്. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീനെല്ലാം വെട്ടി നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മീൻ കറിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരല്പം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് എടുത്തിട്ടില്ല, ഒരു പിടി തേങ്ങ. ആവശ്യത്തിന് ചെറിയ ഉള്ളി കുഞ്ഞരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത്, ഇതിലേറ്റവും കൂടുതലായിട്ട് നമുക്ക് ആവശ്യം മല്ലിയും മുളകും നന്നായിട്ട് വറുത്തെടുത്തതാണ്. ഇത് നന്നായിട്ട് വേറൊരു ചട്ടിയിൽ വെച്ച് നന്നായിട്ട് നല്ല മൂക്കെ വറുത്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇതിന് തേങ്ങയെക്കാളും കൂടുതൽ നമുക്ക് ആവശ്യം ഈ മല്ലിയും മുളകുമാണ്. അപ്പോൾ ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ മഞ്ഞപ്പൊടി, കറിവേപ്പില ഇതും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി വീഴ്ത്തി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത കൂട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലോട്ട് ഇട്ട് കൊടുക്കാം. മീൻ കറിക്ക് ആവശ്യമായ വെള്ളവും പുളിയും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ വാളൻപുളി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു 3 പീസ് ചെറിയ പീസ് കുടംപുളി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. മീൻ തിളച്ചു വരുമ്പോൾ കുറച്ച് വറുത്ത ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഈ മീൻകറി മാറ്റി വയ്ക്കാം. നിങ്ങൾ എല്ലാവരും ഈ മീൻകറി വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.
വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.